ലാലിനെ സൃഷ്ടിച്ചത് എനിക്ക് തോന്നുന്നത് ചില ആ കാലഘട്ടമാണ്. എന്താ കാരണം വെച്ചാൽ ആ പ്രത്യേക കാലഘട്ടം, പിന്നെ വീട്ടിലെ അന്തരീക്ഷം, പിന്നെ നാട്ടിൻപുറത്തെ ആ ഒരു സജീവത, നാട്ടുപ്രദേശിക്കുന്ന ആ ഒരു പ്രത്യേക പ്രദേശത്തെ എന്ത് തോന്നിവാസം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, സ്വാതന്ത്ര്യം, പിന്നെ ഒരുപാട് പിള്ളേരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഒരുപാട് കുരുത്തക്കേടുകൾ, ഇതൊക്കെയാണ് ഒരു പക്ഷേ സമൂഹത്തെ അറിയാൻ വേണ്ടിയിട്ട് ലാലിനെ സഹായിച്ചത്. ലാലിനെ ഒരു ബോർഡിംഗ് സ്കൂളിലൊക്കെ അയച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ സാധനം ഒന്നുമല്ലാതായി. കൃത്യമായിട്ട കാര്യം. എനിക്കിപ്പോഴും ഞാൻ വേറെ തലത്തിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് ഒരു എന്താ പറയുക, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എടാ ഇങ്ങനെ പ്രശ്നമുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ എനിക്കൊരു കോൺസ്റ്റബിളിനെ പോലും എനിക്ക് പരിചയമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഓഫീസേഴ്സിനെ, അല്ലെങ്കിൽ ഒരു കളക്ടറെയോ അങ്ങനെയുള്ള ആളുകളൊന്നും എൻ്റെ സുഹൃത്തില്ല. അപ്പോൾ കളക്ടർ എന്ന് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഫ്രണ്ട് വിശ്വംഭരൻ, അത് മമ്മൂട്ടിക്ക് പരിചയമുള്ളതുകൊണ്ട് എനിക്കറിയാവുന്നതാണ്. അതല്ലാതെ ഒരു അങ്ങനെ ഒരു സർക്കിളിൽ എനിക്ക് ആരുമില്ല. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു പടത്തിൻ്റെ പൂജ താജ് ഹോട്ടലിൽ വെച്ചു. അന്ന് എൻ്റെ കൂടെ ഒന്നിച്ച് പോകാനായിട്ട് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് താജ് ഹോട്ടലിൽ ശരിക്കും പറഞ്ഞാൽ വളരെ അന്യമാണ്. അത് വേറെ ആർക്കോ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒറ്റയ്ക്ക് പോയിച്ച് ഇറങ്ങാനായിട്ട് ഞാൻ ആളല്ല. എന്നിട്ട് ഞാൻ അതിന് പോയില്ല. പക്ഷേ ഈ കാരണം പറഞ്ഞിട്ട് അയാൾ എന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കായി. അപ്പോൾ അദ്ദേഹം കരുതുന്നത് അത് ഒരു പടം തുടങ്ങിയിട്ട് ഞാൻ വരാതിരുന്നത് മനഃപൂർവ്വം വന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാം അറിയാവുന്ന, പോയില്ല എന്ന് പറയും. അപ്പം എന്ന് പറയുന്ന പോലെ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. സിദ്ദിഖ് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിച്ച് നെറ്റ്വർക്ക് ചെയ്യാനൊരു, എന്നാലും സിദ്ദിഖിനെ വലിച്ചഴിച്ചു കൊണ്ടുവന്നാലും സിദ്ദിഖ് വരുള്ളൂ. സിദ്ദിഖ് ഞാനില്ലെങ്കിൽ സിദ്ദിഖ് സിനിമയിൽ വരില്ലായിരുന്നു, സത്യമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും തീർച്ചയായിട്ടും സിദ്ദിഖ് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ വരുന്ന ഞാൻ കാരണമാണ്. എൻ്റെ ഫാദർ അവിടുത്തെ മ്യൂസിക് ടീച്ചറായിരുന്നു കലാഭവനിലെ. അപ്പോൾ ഫാദർ വന്നിട്ട് പറഞ്ഞിട്ട് ഞാനും സിദ്ദിഖുമായിട്ട് പ്രോഗ്രാമിന് പോകുമായിരുന്നു, ചെറിയ അമ്പലപ്പറമ്പുകളിലെ പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഞങ്ങളെപ്പറ്റി കേട്ട അബേലച്ചൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പോൾ മാസ്റ്ററിൻ്റെ മകൻ ഇങ്ങനെ മിമിക്രിയൊക്കെ നടത്തുന്നു പറയുന്നു, വരാൻ പറയും, ഒരു ട്രൂപ്പ് തുടങ്ങാനുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സിദ്ദിഖിന് മടിയായിരുന്നു. അയ്യോ കലാപം എന്തൊക്കെ കൊണ്ടാ വലിയ പരിപാടിയാണ് നോക്കാൻ. സോ ഞാൻ വലിച്ചഴിച്ചു കൊണ്ടുപോയിരുന്നു. അത് എൻ്റെ ഫാദർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഞാനും പോവില്ല. അങ്ങനെ അവിടെ ചെന്ന് കയറുന്നത് എന്ന് പറഞ്ഞൊരു സിനിമയിൽ കഥ ഉണ്ടാക്കാനൊക്കെ ഒരു ദിവസം പെട്ടെന്ന് സിദ്ദിഖ് നമുക്ക് കഥ ഉണ്ടാക്കാന്നുണ്ട്. അന്ന് മുതലിരുന്നിട്ട് ഷൈ പുള്ളി ഒരുപാട് ഒതുങ്ങിക്കൂടുന്ന ആളാണ്. അങ്ങനെ ഒരു മുമ്പിലേക്ക് ചാടി കയറി നിൽക്കുന്ന ആളല്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, ആ ഫോട്ടോയിൽ മിക്കവാറും പുറകിൽ നിൽക്കുന്ന ആളായിരിക്കും അദ്ദേഹം. ആരെങ്കിലും നിർബന്ധിച്ച് പിടിച്ച് മുമ്പോട്ട് നിർത്തി നിൽക്കുമെന്നല്ലാതെ ആ ഫോട്ടോയിൽ ഇടിച്ചു കയറി മുമ്പിൽ നിൽക്കുന്ന ഒരു സ്വഭാവം സിദ്ദിഖിനില്ല, എവിടെയില്ല. സിദ്ദിഖ് എന്നുള്ളൊരു ഒരു ബ്ലോക്ക് ബസ്റ്ററൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധായകനെ സൃഷ്ടിച്ചത് ലാലാണ്. സിനിമയിലേക്ക് കൊണ്ടുവന്നു കുഴപ്പമില്ലേ എനിക്ക്. ഇല്ല, ഞാൻ വേറെ മോശമായിട്ട് അർത്ഥമില്ല. ഇതിന് ലാലിൻ്റെ എന്തോ എവിടെയോ ഉപബോധ മനസ്സിൽ പഠിച്ചവനെ വല്ല പ്രശ്നമാവോ എന്നൊരു അല്ലല്ല, പ്രശ്നം ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം മിക്കവാറും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വന്നിരുന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഒരിക്കലും പുതിയതായിട്ട് സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഉറപ്പാണ് 2 ശത്രുക്കളെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പറ്റി ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ എൻ്റെ പുല്ലേപ്പടിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുക്കളെ പറയും. പക്ഷേ അതൊരുപാട് പേരുണ്ട്. അതിനകത്ത് നമ്മൾ 5 പേരെ മിസ്സായി. ബാക്കി 2 പേര് അവർ ചിലപ്പോൾ ഭാര്യയും കുട്ടികളുമായിട്ട് ഇരുന്നിട്ടായി കാണുന്നത്. അവൻ ഭാര്യ അടുത്ത് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക, അയാളുടെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളും